ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ ഇപ്പോൾ മൂന്നാർക്ക് ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങൾ എടപ്പള്ളി വരെ എത്തിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്നും ഞാൻ, ദീപ്തി, ഗ്രീഷ്മ, സിബി, ഞങ്ങൾ 4 പേരും കൂടി 2 2 വീലറിനാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അന്തോണീസ് പുണ്യാളൻ്റെ പള്ളിയിലും എടപ്പള്ളി പള്ളിയിലും വരോ. എന്തെങ്കിലും പറയാനുണ്ടോ? റോഡ് സോറി, അവന് നാണമാണ് ഗൈസ്. ഞാൻ ഇടയ്ക്ക് അവൻ്റെ ക്ലിപ്പിങ്സ് ആടാക്കാം. പറ, ഫസ്റ്റ് റോഡ് ട്രിപ്പാണ്, അത് മൂന്നാറ്. എന്തെങ്കിലും പറയും. നല്ലതാണ് ഗൈസ്. റെയിൻകോട്ടൊക്കെ സ്വെറ്റർ ഇടക്കണം. അതിട്ടിട്ട് തണുപ്പുണ്ടായില്ലേന്ന് പറയണോണ്ടാ ഇവർക്ക് എല്ലാവർക്കും ഇടാനാ. നമ്മിപ്പോ കോതമംഗലമൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി എവിടെയോ കയറിയിരിക്കണേണ്. കൈയൊക്കെ മരവിച്ച് സീനായി. ചായ കുടിച്ചിട്ട് ഫ്രഷായിട്ടെല്ലാം നല്ല ഒരിതൊക്കെ കിട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി 58 കിലോമീറ്റർ കൂടിയുണ്ട് മൂന്നാർക്ക്. ഇപ്പം തന്നെ ഒരാൾ ടയേർഡായി. ഇവരെയൊക്കെ വെച്ച് ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്ത് എന്ത് ചെയ്യണം ഗൈസ്? നോക്കിയേ, റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് മൂന്നാർക്ക്. മഴയെന്ന് പറഞ്ഞ സാധനം ഇല്ല, തണുപ്പ് കൊണ്ട് റെയിൻകോട്ടൊക്കെ ഇട്ടാണ് ഇരിക്കണം. അതുകൊണ്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ ആണ്. നോക്ക്, 8 മണിക്കുള്ള മഴയുണ്ട്. അപ്പൊ ഇവിടെ നമ്മ പ്രിക്കോഷൻ എടുത്തതാ. ഞാൻ വേണ്ട 4 മണിക്ക് ഇട്ട്. 4 മണിക്കല്ലല്ലോ ഞാൻ. എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാം നല്ലത്. ഗൈസ്, നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് ജാക്കറ്റ് എടുക്കാം. റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതേപോലെ റെയിൻ കോട്ട് പോലെ എടുക്കേണ്ടത്. ഇത് മരിച്ചായ ഗൈസ്, നമ്മ ഇപ്പോ സക്സസ്ഫുള്ളി ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയിരിക്കണേണ്. നല്ല ഒച്ചത്തിലാണ് സംസാരിക്കണേ. ബിക്കോസ് വെള്ളച്ചാട്ടത്തിന്റെ ഒച്ച കാരണം കേൾക്കത്തില്ല നിങ്ങൾക്ക് സംസാരിക്കുന്നത്. അച്ചടി ഭാഷ. അപ്പൊ നമ്മ ഇപ്പൊ ഈ വെള്ളച്ചാട്ടം കണ്ടപ്പോ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പൊ എന്റെ റൈഡിങ്ങിനെ പറ്റി എന്താ സിബി പറയാനുള്ളത്? കിട്ടില്ല. സിബി നാണക്കാരനായതുകൊണ്ട് ഒച്ച കേട്ടില്ലേ? ഇത് ഞങ്ങൾ 2 പേരാണ് റൈഡേഴ്സ്. ബ്ലാക്കും അതായിട്ടേക്കണേ. ഇത് ദീപ്തി സോംബി ആയാനെ റെയിൻകോട്ട് എടുത്തിട്ടില്ലെങ്കിൽ. ഞാനും ഇൻസ്പിറേഷൻ ആയിട്ട് കോട്ടൊക്കെ ഇട്ടായിരുന്നു, റെയിൻകോട്ട്. ഞാൻ ഇട്ടിട്ട് എല്ലാരും ഇട്ടു, അത് കഴിഞ്ഞിട്ട് എല്ലാരും ഇട്ടു. അത് പറയത്തെന്താ? ഞാൻ പറഞ്ഞു ഇത് ഇട്ടിട്ട് വരിട്ട് എനിക്ക് തണുപ്പ് പറ്റില്ല ഗൈസ്. അപ്പൊ നമുക്കിനി മൂന്നാർ എത്തിയിട്ട് കാണാം. ബൈ ബൈ.
ഗൈസ് നമ്മൾ മൂന്നാർ എത്തിയിരിക്കുകയാണ്. ഞാൻ കാട്ടു എല്ലാരും നല്ല നല്ല ഫേസ് ആയിട്ട് ഇരിക്കണ, നല്ല തണുപ്പുണ്ട്. വണ്ടി ഓടിച്ചു വന്നോണ്ട് കൈയൊക്കെ മരവിച്ച് ബബിളൊക്കെ വന്നേക്കണുണ്ട്. കൈയൊക്കെ മരവിച്ച് കൈ ഉണ്ടാന്ന് തന്നെ അറിയാണ്ടായില്ല മുടി കെട്ടാനായിട്ട്. ഞാൻ സോമ്യനപ്പതി ഇരിക്കാൻ ചോറാ ഗ്രീഷ്മയുടെ പ്രിപ്പറേഷൻ അവിടെ നോക്കട്ടെ നോക്കട്ടെ. ഒരു പോളെ കണ്ണ് പറ ഡയലോഗ് പറ. ഒരു പോളെ കണ്ണടക്കാൻ ഉണ്ടാക്കിയത് പറ. ഫ്ലാഷ് ബാക്ക്. ഹായ് ഗായ്സ്, അപ്പോൾ എന്താണ്, അപ്പോൾ അല്ല പുട്ടാണ് ഉണ്ടാക്കണത്. കോമഡി ഇങ്ങനെയുണ്ട്. ഇത് മൂന്നാറ് പോകാൻ പ്ലാൻ ചെയ്തു. സോ നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഗ്രീഷ്മ ഇപ്പം 1:54 പുട്ട് ഉണ്ടാക്കണ ചിക്കൻ കറി ഓൾറെഡി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതായിരിക്കും ഞങ്ങൾക്ക് മൂന്നാറ് പോയിട്ടുള്ള ഫുഡ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ്. സോ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ കുക്ക് ചെയ്തിട്ട് അവിടെ പോയി കഴിക്കാനുള്ള പ്ലാനാണ്. ജസ്റ്റ് പെട്രോൾ അടിക്കുന്ന എക്സ്പെൻസ് മാത്രമേ ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ബിക്കോസ് ദിസ് ഈസ് എ ഒറ്റ മൈൻഡ് ട്രിപ്പ് അല്ലേ? അതെ. ചിക്കൻ കറി എങ്ങനെയാണ് വെക്കാൻ പഠിച്ചത് ഗ്രീഷ്മ? ആണോ? വീഡിയോ ചെയ്തോണ്ട് എന്തോ കുലീനത്. ട്രിപ്പിലേക്ക് പുട്ടാരെണ്ണൊക്കെ പഠിപ്പിച്ചത് ഗ്രീഷ്മ? ഹാപ്പിയാണോ ഈ രാത്രി ഫുഡ് ഇങ്ങനെ വെക്കാൻ വേണ്ടി? അല്ല, ഫുഡ് ഉണ്ടാക്കുമ്പോ ഇങ്ങനെ പറയുന്നത് ഗ്രീഷ്മ. നോ, ബിക്കോസ് ഐ ഡോണ്ട് നോ ടു കുക്ക്. എന്തൊക്കെ പറഞ്ഞാലും ഗ്രീഷ്മ നല്ല ഫുഡ് ഉണ്ടാക്കും ഗൈസ്. പൊങ്ങിയാ? പൊങ്ങി. ഇനി ഉണ്ടാക്കിയോ? എന്നാലും അങ്ങനെ പറയരുത്. ഞാനല്ല കുഴച്ചത്. ഞാൻ കഴിക്കോട്ടെ. എനിക്ക് എല്ലാം പിച്ചിട്. ഒരു കഷ്ണം ഒന്നും. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണേണം. എത്ര മണിയായി ഇപ്പൊ? 8:19. ആര് വല്ലേച്ചി? അങ്ങനല്ല, കൈ വെച്ചല്ലേ തെച്ചാ? അതും ഞാനും തേച്ച്. വാവ്, നല്ല കാറ്റും നല്ല തണുപ്പും. നമ്മ അവിടെ പോയി കഴിയും. ഞാൻ കഴിക്കട്ടെ, ഞങ്ങക്ക് വിശക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് ഞങ്ങക്ക് ഇറങ്ങണം. പറ്റുന്നില്ല ഗൈസ്, നല്ല സ്ഥലം. അന്നേരം ഓടുമ്പോ വേദന ഇല്ലാത്ത ബോള് സിബി കളഞ്ഞ്. നിങ്ങൾ ബോൾ തപ്പിട്ട് ഇപ്പോൾ വരാം. ഇവനെ കൊണ്ട് ബാലവേല ചെയ്യിപ്പിക്കണം. ഞാൻ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് എടുത്തോണ്ട് വന്നതാ വെല്ലടുത്തൊന്നും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്ത് കളിക്കും. ബോള് കിട്ടി. എറിഞ്ഞാ മതി ഇങ്ങനെ. മാനസിക
ഗായ്സ് ഇവളുമാര് ഭയങ്കര ശോകമാണ്. നല്ല തൂക്കം ഉണ്ടാവും. നല്ല പുറത്തോട്ട് അത് ബോഡി കൊള്ളണേ അപൂർവമായിരിക്കും. ഇതൊക്കെ നല്ലോണം പരന്നിരിക്കണം. ഇങ്ങനെ എന്നാലേ കളിക്ക് ചെരുപ്പ് കൈ പിടിച്ചിട്ട് ഇങ്ങോട്ട് അടുത്ത് പാടി. എനിക്കറിയില്ല ഗെയിം അപ്പൊ ഇത് കറക്കണ്ടേ? ഞാൻ തന്നെ കറക്കണം. എന്നാലും നിങ്ങൾക്ക് ഓടും. തലയിൽ പോകുന്നു. ഈ ബസ്സിനപ്പുറം പോകാൻ പാടില്ല. കിട്ടണവര് അറിഞ്ഞോ? എല്ലാവർക്കും കളിച്ച് കിട്ടിയ കോട്ടിനപ്പുറം പോയി. കോട്ടിനപ്പുറം പോയി. തലക്കിട്ടറിയോ? എല്ലാവർക്കും അറിയിട്ടാലും തലക്കിട്ട്. Here I come. Oh, here I come. ബ്രേക്ക് ടൈം ഗൈസ്, ബ്രേക്ക് ടൈം. അങ്ങനെ നമ്മ 3 റൗണ്ടിലൂടെ ആ ഗെയിം മുടിയൊക്കെ ഇരിക്കുന്നു. ഓക്കെ, ആ ഗെയിം നമ്മൾ അവസാനിപ്പിച്ചു. എൻ്റെ പ്രായം ഇവളുടെ പ്രായമൊന്നും അതിനെ അനുവദിക്കുന്നില്ല. 2 റൗണ്ട് ഓടുമ്പോ തന്നെ കിതയ്ക്കുന്നു ഗൈസ്. ആരാണത്? നിർത്തിയിട്ടില്ല. സ്ത്രീയാണ്. ഈ റൗണ്ടും കൂടി കഴിഞ്ഞ് നമുക്ക് ഈ ഗെയിം എൻഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് പോകാം വേറെ സ്ഥലത്തോട്ട്. ഇപ്പൊ നല്ല ചൂടും വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു ക്ലൈമറ്റാണ്. ഇത്ര നേരം വിറച്ച് ചാവുകയായിരുന്നു. ഇത് കണ്ടോ, ഇങ്ങനെ ഉണ്ടോ? എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ലാസ്റ്റ് റൗണ്ടും കൂടി കളിച്ചിട്ട് നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം. ദീപ്തി
കിടന്നോടി കിടന്നോടി ഓടി ഓടി. കഴിഞ്ഞെന്ന് പറഞ്ഞത് കഴിഞ്ഞോ? എങ്ങനെയുണ്ട് ഗൈസ്? ബൈ ബൈ. വലിയ യൂട്യൂബർ ആയതുകൊണ്ട് ജിമ്പിളൊക്കെ ഇട്ട് നമ്മ വന്നേക്കണം ഗൈസ്. എനിക്ക് ഇതറിയണ ആൾക്കാരൊന്നും തന്നെ ഒന്നുമില്ല. ഓക്കെ ബൈ. ആക്ച്വലി സ്പീക്ക് ഞങ്ങളിത് എന്താണ് പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്. സോ ഇന്ന ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയി വിസിറ്റ് ചെയ്യണം, അങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം മൂന്നാർ, അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് വന്നതല്ല. വെറുതെ വരണം എന്ന് തോന്നി വന്ന് 2 വീലറിൽ തന്നെ വന്നൊന്ന് ഉണ്ടായി. അങ്ങനെ എന്തായാലും പോയേക്കാം എന്ന് പറഞ്ഞ് വന്നതാണ്. അല്ലാതെ ഇങ്ങനെ പക്ക ഐറ്റിനറിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് വന്നതല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എവിടെ പോകണം എന്ത് ചെയ്യണമെന്നറിയില്ല. കാണുന്ന തേയിലത്തോട്ടത്തിൽ നിൽക്കും, അവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് സ്പോട്ടിൽ നിന്ന് ഞങ്ങൾക്ക് മാക്സിമം എൻജോയ് ഞങ്ങളുടേതായ രീതിയിൽ എൻജോയ് ചെയ്ത് പോകാനാണ് പ്ലാൻ. ഞങ്ങളിപ്പോൾ വന്നിട്ട് 7-7:30 ആയപ്പോൾ ഞങ്ങൾ എത്തി. ആ ഗ്രൗണ്ടിൽ കുറച്ച് നേരം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച്, ഞങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടുവന്ന ഫുഡ് കഴിച്ച്, പിന്നെന്താണ് കുറച്ചല്ല ഒരു ഗെയിമും കളിച്ച് പിന്നെ റെസ്റ്റ് എടുത്ത് പിന്നെ ഇപ്പം ഈ കാണുന്ന സ്ഥലത്തോട്ട് വെറുതെ ഓടിച്ച് വന്ന്. പിന്നെ ഇവിടെ നെറ്റും കൂടി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ പോകണമെങ്കിൽ തന്നെ മാപ്പ് വർക്കിംഗ് അല്ല, 2 വീലറിലാണല്ലോ വന്നേക്കണം. സോ ഞങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങും. ഞങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യേണ്ട രീതിയിലൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇനി വന്നം പക്ക ഐറ്റിനറിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒന്നും കൂടി ഫ്രണ്ട്സായിട്ട് നല്ലൊരു ട്രിപ്പ് വേണം. ലൈക്ക് മൂന്നാർ എക്സ്പ്ലോർ ചെയ്യാൻ, മൂന്നാറിലത്തെ ടൂറിസ്റ്റ് സ്പോട്ട്സൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരും. എന്തായാലും 2 വീലറിൽ ഞാനോ എല്ലാവരും 2 വീലറിൽ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ഒറ്റ സ്ട്രെച്ചിൽ ഓടിക്കണത്. 1 ഡേ ട്രിപ്പാണ്. തിരിച്ചിപ്പോൾ ഞങ്ങൾ ഇറങ്ങും. ഇപ്പം എത്ര 10 പാതിക്ക് വെച്ച് നിന്നുപോയി ഗൈസ്. അപ്പം ഞങ്ങൾ ഈ കാണുന്ന തേയിലത്തോട്ടത്തിൽ ജസ്റ്റ് ഒന്ന് കയറി അവിടെ ഒന്ന് ഇരുന്ന് അങ്ങനെ ഞങ്ങളിപ്പോൾ ഇറങ്ങും. ഇപ്പോൾ 10 മണി ആയിട്ടുള്ളൂ ആക്ച്വലി. എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് വെറുതെ എന്തിനാണ് ഞങ്ങൾ വന്നു. ഇനി കുറച്ച് ചായ കുടിക്കണം. ഞങ്ങളുടെ മെയിൻ ഇതാണ്. മൂന്നാർ വരെ 2 വീലർ ഓടിച്ച് വന്നിട്ട് ചായ കുടിക്കണം. ഞങ്ങൾക്ക് ഇപ്പോൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പെട്രോൾ പൈസ മാത്രമേ എക്സ്പെൻസ് ആയിട്ട് വന്നിട്ടുള്ളൂ. ഫുഡൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തിട്ടാണ് വന്നത്, കഴിച്ചു. ഇനി വല്ലതും ചായ കുടിക്കണം, വെള്ളം കുടിക്കണം. ദാറ്റ്സ് ഇറ്റ്. എന്നിട്ട് നമ്മ എറണാകുളത്തോട്ട് പോകും. ഈ സ്ഥലം ഞാൻ കാട്ടിത്തരാം. നല്ല നല്ല സ്ഥലമൊക്കെ ഇവിടെ തേയിലത്തോട്ടമാണ് കാട്ടാനുള്ളത്. എന്നാലും ഇതൊക്കെ എനിക്കൊരു മെമ്മറി ആയിട്ട് ഞാൻ എന്തായാലും യൂട്യൂബിലിടും. അതവിടെ കിടക്കട്ടെ, നല്ലതല്ലേ, ഗ്യാരേജും അത്രേ ഉള്ളൂ.
ഇത് കൊറേ നടക്കാനുണ്ടെന്ന് തോന്നണുണ്ട്. പിന്നെ കറങ്ങി കറങ്ങി അവിടേക്ക് എത്താം.